ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൽ 12 രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. ആദ്യമായി മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക കാല ഈ 3 നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിലുള്ളത്. ഇവർക്ക് ഈ മാസം മുഴുവനും സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല ധനക്ലേശം, സ്നേഹിതരുമായിട്ടൊക്കെ ചെറിയ കലഹങ്ങളെ, ബന്ധുമിത്രാദികളുടെ നിന്ന് അകന്നു കഴിയേണ്ടി വരിക, വിരഹം ഉണ്ടാകുക, ഉദര സംബന്ധമായ ക്ലേശം ഉണ്ടാകുക തുടങ്ങിയ നല്ല ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. 12ലും ജന്മരാശിയിലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ നല്ലതല്ല. മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നന്നാണ്. ഓം നമഃശിവായ ജപിക്കുന്നതും നന്നാണ്. കാലത്തും വൈകിട്ടും 108 പ്രാവശ്യം. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഈ മാസം 14-ാം തീയതി വരെ 5 ഗ്രഹങ്ങൾ ഇവരുടെ 12ാം ഭാവത്തിലാണ്. അത് നന്നല്ലാത്ത ഒരു അവസ്ഥയാണ്. പക്ഷേ ഏപ്രിൽ 14 മുതൽ വിഷുഫലം ഇവർക്ക് വളരെ അനുകൂലമായി വരുന്നതാണ്. ഈ 3 നക്ഷത്രക്കാർക്കും വിഷുഫലം മുതൽ വളരെ നല്ലതാണ്. അത് 14-ാം തീയതി മുതൽ നല്ല സമ്പൽ സമൃദ്ധിയും സ്ഥാനമാനാദികളൊക്കെ ലഭിക്കുക, വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുക, സന്തോഷപ്രദമാവുകയും ചെയ്യുന്നതാണ് ഏപ്രിൽ 14 മുതൽ. അത് പക്ഷേ ഗ്രഹങ്ങളുടെ നില അനുസരിച്ചല്ല, വിഷുഫലം അനുസരിച്ചിട്ടാണ് ഈ 3 നക്ഷത്രക്കാർക്കും വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിഷുഫലം ഏപ്രിൽ 14 മുതൽ ഒരു വർഷത്തേക്കാണ് അനുഭവത്തിൽ വരിക. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ശത്രുക്ലേശം, ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളെ, ബന്ധുക്കൾ മൂലമൊക്കെ ചെറിയ ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. പുഷ്പാഞ്ജലിയോ രക്തപുഷ്പാഞ്ജലിയോ നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക, പ്രാർത്ഥിക്കുക. പിന്നെ കുജൻ ഏപ്രിൽ 2-ാം തീയതി വരെ അനുകൂലനാണ്. 2-ാം തീയതി മുതൽ അങ്ങോട്ട് 2-ാം തീയതി വരെ അനുകൂലനാണ്. എന്നാൽ അത് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പക്ഷേ 2 ദിവസത്തേ ഉള്ളൂ. 2-ാം തീയതി തന്നെ അടുത്ത 4-ാം ഭാവത്തിലോട്ട് മാറുന്നതാണ്. ഈ 2-ാം തീയതി വരെയുള്ള ഏപ്രിൽ 2-ാം തീയതി വരെയുള്ള സമയത്താണെന്ന് വെച്ചാൽ ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. ശത്രുപരാജയം, നല്ല വസ്ത്രാദികളൊക്കെ ലഭിക്കുക, ആഭരണാദികളൊക്കെ ലഭിക്കുക, സുഖം ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് ഏപ്രിൽ 2-ാം തീയതി വരെ. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ്. കാര്യതടസ്സങ്ങൾ, ധനക്ലേശം, വഴക്ക് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അപ്പോൾ ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴൻ 2-ലാണ്, അത് അനുകൂല ഭാവത്തിലാണ് എങ്കിലും വേദം ഭവിക്കാൽ അത്ര അനുകൂലനല്ലാതെയാണ് ഫലങ്ങൾ തരിക. ധനക്ലേശം, അധികമായ ചിലവ്, ദൂരയാത്ര തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന ചെയ്യുക. ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റാത്തവർക്ക് അതിന് തുല്യമായിട്ടാണ് ഈ സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ചെയ്യുക. തുളസിമാല ചാർത്തുന്നതും നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. എന്നാൽ 6, 8, 10 ഭാവങ്ങളിലോട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്നത് അത് വളരെ നല്ലത് തന്നെയാണ്. ശത്രുനാശം, രോഗശമനം, ദുഃഖശമനം, നിത്യ വരുമാന മാർഗം പുഷ്ടിപ്പെടുക, ജോലി സ്ഥലത്ത് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം. പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ്. പല വിഘ്നങ്ങളും വരുത്തുന്നതിനും സാധ്യതയുണ്ട്. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക നല്ലതാണത്. പിന്നെ ശനി 12-ലാണ്. 7.5 ശനി തുടങ്ങിയിരിക്കുന്നു മാർച്ച് 29 മുതൽ.
അമിതമായിട്ടുള്ള ചെലവ്, ദൂരയാത്ര, നഷ്ടം, മനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ 7.5 ശനി ഇത് വ്യാഴക്ഷേത്രത്തിലാണ്, അത്ര ദോഷപ്രദൻ അല്ല. എങ്കിലും അയ്യപ്പസ്വാമിക്ക് ഒരു എള്ളുകിഴി കത്തിക്കൽ, നീരാഞ്ജനം വഴിപാട് നടത്തൽ തുടങ്ങിയ വഴിപാട് ചെയ്യുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്ക് ശനിയും യാതൊരു ദോഷവും ചെയ്യില്ല എന്നാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ ചാലിസ ജപിക്കുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റില മാല ചാർത്ത്, ഇതൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. 7.5 ശനി പിന്നെ ഒരു നല്ല ഒരു ഭാഗ്യം കൂടെന്ന് വെച്ചാൽ 7.5 ശനി ദോഷം മെയ് 14 വരെ ഉണ്ടാകുകയുള്ളൂ ദോഷമായിട്ട്. മെയ് 14 വ്യാഴം 3-ാം ഭാവത്തിലോട്ട് മാറുമ്പോൾ ശനിക്ക് വിപരീത ഭേദം ഭവിക്കുന്നു. എന്നുവെച്ചാൽ ശനി വളരെ അനുകൂലനായിട്ട് വരും അടുത്ത ഒരു വർഷത്തേക്ക്. അത് വളരെ നല്ലതാണ്. എന്നുവെച്ചാൽ 7.5 ശനിയുടെ ഫലമുള്ളത് മെയ് 14 വരെ ഉള്ളൂ. പിന്നെ ഒരു വർഷത്തേക്ക് ശനി അനുകൂലനാണ്, 12-ലാണ് എങ്കിലും. പിന്നെ രാഹു ധനക്ലേശം, നഷ്ടം തുടങ്ങിയതൊക്കെ ക്ലേശത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കുക, ധാര, കൂളമാലയൊക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ദുർഗാദേവിയെ പൂജിക്കുന്നതോ ദുർഗാമന്ത്രം ജപിക്കുന്നതും ഈ രാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ കുറച്ച് തരുന്നതാണ്. പിന്നെ കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക, വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് കേതു. ഇനി ഇടവ രാശി, കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം പകുതി, ഈ 3 നക്ഷത്രങ്ങളാണ് ഇടവരാശിയിലുള്ളത്. ഇവർക്ക് 13-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനാണ്. നല്ല സ്ഥാനമാനങ്ങളൊക്കെ തരിക, പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്, ആരോഗ്യം അനുകൂലമായി വരിക, നല്ല അഭിമാനം ഉണ്ടാകുക, നല്ല ആഹാരങ്ങൾ, വീട്ടിൽ ചില ഫങ്ഷനുകളോ ഒക്കെ നടത്തുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 14-ാം തീയതി, ഇത് 13-ാം തീയതി വരെയേ ഉള്ളൂ. എന്നാൽ 14-ാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് വരിക. ധനഹാനി ഉണ്ടാകുക, സ്നേഹിതരുമായിട്ടൊക്കെ ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസത്തിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നു. ദൂരയാത്രയ്ക്കോ ഒക്കെ ഒരു സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളിൽ നിന്ന് അകലുന്നതിനോ വിരഹം ഉണ്ടാകുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ദോഷപ്രദമാണ് 14-ാം തീയതി മുതലേ. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചാർത്തുന്നത് നല്ലതാണ്, ദോഷം കുറയും. പിന്നെ ഇവർക്കും ഈ കാർത്തിക, രോഹിണി നക്ഷത്രക്കാർക്കും 14-ാം തീയതി മുതൽ വിഷുഫലം വളരെ അനുകൂലമായിട്ടാണ് വരുന്നത്. അപ്പോൾ മേടൻ രാശിക്കാർക്ക് എല്ലാ ഗ്രഹങ്ങളും ദോഷപ്രദമാണ്, എന്നാലും ഇവർക്ക് അത്ര ദോഷപ്രദം അല്ലാതെ. അപ്പോൾ ഈ ദോഷപ്രദം അല്ല എങ്കിലും അനുകൂലമായിട്ടുള്ള രാശിപ്രകാരമുള്ള ഫലങ്ങൾ ലഭിക്കും. അതിൻ്റെ കൂടെ തന്നെ വിഷുഫലവും ഇവർക്ക് ഈ 2 നക്ഷത്രക്കാർക്ക്, കാർത്തികയ്ക്കും രോഹിണിക്കും നല്ല ഫലങ്ങൾ തരുന്നതാണ്. അടുത്ത ഒരു വർഷത്തേക്ക് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ വിഷുഫലം. ഇനി കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, ശത്രുപരാജയം, സുഖം, ആഭരണാദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആരോഗ്യം, സുഖം, ധനാഗമം, പ്രശംസ, ബന്ധുസ്നേഹം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ബുധൻ. പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ല. മനക്ലേശം, ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങൾ, ചില മാറ്റങ്ങൾ, ജോലി തന്നെ മാറുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അത്യാവശ്യമാണ്. സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുക, ദോഷങ്ങൾ കുറയും. എന്നാൽ സന്താന ഭാഗ്യത്തിന് നല്ലതാണ്. സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു. അതുപോലെ സന്താനങ്ങളുടെ വിവാഹം, ജോലി ഒക്കെ സാധ്യമായിട്ട് വരികയാണ്. വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായ തുടക്കം കുറിക്കുന്നതാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ്. അതുപോലെ പുതിയ ജോലി ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്.
പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് ധനലാഭം, പ്രതാപം, കാര്യവിജയം, ധനാഗമം, പിന്നെ ഭയങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുക, ഉത്തമമായിട്ടുള്ള ആഹാരങ്ങൾ തുടങ്ങിയുള്ള നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. എല്ലാ വിധത്തിലുള്ള സുഖപ്രാപ്തിയും തരുന്നതാണ്. പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതുവരെ അവർക്ക് മാർച്ച് 29 വരെ കഴിഞ്ഞ 2.5 കൊല്ലം കൊണ്ട് ശനി നന്നായിട്ട് ക്ലേശിപ്പിച്ചിരുന്നു. ഇനിയും ഈ ജീവിതത്തിൽ ഇതുപോലെ ക്ലേശിക്കാൻ ദുഃഖിക്കാൻ വേറെ ഒരു ഒന്നുമില്ല, അനുഭവിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല എന്ന രീതിയിൽ വരെ അനുഭവിച്ചിരുന്നിട്ടുണ്ടാകണം. അതിനാണ് സാധ്യത കാണുന്നത്. പക്ഷേ അത് മാർച്ച് 29 കൊണ്ടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ശനി നിങ്ങളെ ക്ലേശിപ്പിച്ചതിന് ഫലമായിട്ട് വിപരീതമായി അതിൻ്റെ ബദലായിട്ട് ശനി ഈ 2.5 വർഷം കൊണ്ട് 2 കൈയും കൊണ്ടും അനുഗ്രഹിക്കുകയാണ്. വളരെയേറെ നല്ല നേട്ടങ്ങൾ തരുന്നതാണ്. ധനലാഭം ഉണ്ടാകും, രോഗശമനം ഉണ്ടാകും, പലർക്കും നല്ല അധികാരമൊക്കെ ലഭിക്കുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ വളരെ അനുകൂലമാണ്. പുതിയ ജോലി മാറ്റം, ബഹുമാനം ലഭിക്കുക, ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുന്നതാണ്. പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനനേട്ടം, ഉദ്ദിഷ്ട കാര്യപ്രാപ്തി, അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും രാഹു തരുന്നതാണ്. എന്നാൽ ജ്യേഷ്ഠ സഹോദര സ്ഥാനീയരായിട്ടുള്ളവർക്ക് ചില ക്ലേശങ്ങൾക്കൊക്കെയും ഒരു സാധ്യത കാണുന്നുണ്ട്. അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും ഒരു സാധ്യത ഉണ്ട്, ശ്രദ്ധിക്കുക. കേതു അത്ര അനുകൂലനല്ല. അത് ടെൻഷൻ തരും. അത് പ്രത്യേകിച്ച് സന്താനങ്ങൾ കാരണമായിട്ട് മനക്ലേശങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തിയാൽ മതി, കേതു ശാന്തനായിക്കൊള്ളൂ. ഇനി മിഥുനക്കൂറ്. മകയിരം പകുതി, തിരുവാതിര, പുണർതം മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ ഈ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, ആരോഗ്യം ഭേദമായി വരിക, ബന്ധുസമാഗമൊക്കെ ഉണ്ടാകുക, സർവാഭിഷ്ട ലാഭം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം തന്നെ സാധിച്ചു കിട്ടുക, അധികാരികളുടെ സഹായം ഉണ്ടാകുക, നേട്ടങ്ങളുണ്ടാകുക, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, നല്ല അഭിമാനം ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട്. പുതിയ ജോലി ലഭിക്കാൻ ശ്രമിക്കുക, അതൊക്കെ സാധ്യതയാകുന്നതാണ്. തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ല. മനസമാധാനമില്ലായ്ക, കാര്യപരാജയം ഉണ്ടാകുക, കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങൾ, നഷ്ടങ്ങൾ, ധനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക, ദോഷം കുറഞ്ഞു കിട്ടും. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് അത്ര നന്നല്ല. വാക്കുകൾ കൊണ്ടുള്ള ക്ലേശങ്ങളാണ് കൂടുതലും ദോഷപ്രദമായിട്ട് വരുന്നത്. അതുപോലെ ധന ഇടപാടുകളും ചൊവ്വാഴ്ച ചെയ്യാതിരിക്കുക. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. പുതിയ സ്ഥാനമാനങ്ങളൊക്കെ തരുന്നതാണ്, ശത്രുപരാജയം ഉണ്ടാകുന്നതാണ്, തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്, ധനനേട്ടം ഉണ്ടാകുന്നതാണ്. എന്നാൽ ചില അപവാദങ്ങളൊക്കെ കേൾക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിന്നെ വ്യാഴം ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും വ്യാഴത്തിന് ഈ 2-ാം തീയതി മുതൽ വിപരീത ഭേദം ഭവിക്കുന്നു. ആകയാൽ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് നിങ്ങൾക്ക് ഫലം തരിക. ധനലാഭം, സുഖപ്രാപ്തി, പ്രശസ്തി, പിന്നെ നല്ല ഉയർച്ച, ശത്രുനാശം ഉണ്ടാകുക, പിന്നെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനും ഒരു ഇൻട്രസ്റ്റ്, ഒരു അഭിരുചി ഉണ്ടാകുന്നതാണ്. കുടുംബസുഖം ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ വീട്, വാഹനം, ഭൂമി ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു വീട് പുതുക്കി പണിയുന്നതിനോ പുതിയ വീട് പണിയുന്നതിനോ അതിനൊക്കെയും ഒരു സാധ്യതയുണ്ട്. വാഹനം വാങ്ങുന്ന ഒന്ന് അവോയ്ഡ് ചെയ്താൽ വീടിനുള്ള ഭാഗ്യം കൂടുതൽ സാധ്യമായിട്ട് വരുന്നതാണ്. പിന്നെ തീർത്ഥയാത്രയ്ക്കും ഒരു അവസരം ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഫലങ്ങൾ കൂടുതലായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഇനി ശുക്രൻ അത്ര അനുകൂലൻ അല്ലാതെയാണ്. ധനഹാനി,
ശരീരക്ലേശം, സ്ത്രീകളുമായിട്ടൊക്കെ ചില കലഹങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങളെ, ശത്രുഭയം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അതല്ലെങ്കിൽ വഴിപാട് ചെയ്യുക. അതല്ലെന്ന് വെച്ചാൽ അടുത്ത മഹാലക്ഷ്മി ക്ഷേത്രം ഇല്ലെങ്കിൽ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിലായാലും മതി, സഹസ്രനാമ അർച്ചന ചെയ്തോളൂ, നല്ലതാണത്. പിന്നെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ലക്ഷ്മി നാമങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സഹസ്രനാമം അല്ല എങ്കിലും അഷ്ടോത്തര ശതമുണ്ട്, ലക്ഷ്മി അഷ്ടോത്തര ശതം, ലക്ഷ്മി ചാലിസ, പിന്നെ ലക്ഷ്മി സ്തവം, ഇതൊക്കെ ഈ കനകധാര സ്തോത്രം ഇതൊക്കെ ജപിക്കാവുന്നതാണ്, വളരെ നല്ലതാണത്. പിന്നെ ശനി കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നു, കർമ്മഭാവത്തിലാകയാൽ ജോലി സംബന്ധമായിട്ട് ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അത് ഈ മാർച്ച് 29 മുതലാണ് കണ്ടകശനി തുടങ്ങിയത്. അടുത്ത 2.5 വർഷത്തേക്കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആണ്. കർമ്മ സംബന്ധമായിട്ടുള്ള, ജോലി സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾക്കാണ് സാധ്യത കൂടുതലും. പക്ഷേ ഹെൽത്തിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉപേക്ഷ വിചാരിക്കാതെ മരുന്ന് കഴിക്കൽ, അതുപോലെ ചെക്കിങ്ങിനൊക്കെ പോകലൊക്കെ ചെയ്യേണ്ടതാണ് പ്രോപ്പറായിട്ട്. പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ല. അപ്പോൾ ശിവപ്രീതി വരുത്തുക, ദുർഗാപ്രീതി വരുത്തുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷത്തിന് കുറവുണ്ടാവും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി പ്രീതി വരുത്തുക, നാളികേര ഉടയ്ക്കലോ ഗണപതി ഹോമം ചെയ്യലോ ഒരർച്ചന ചെയ്യലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷങ്ങൾക്കും കുറവുണ്ടാകുന്നതാണ്. പൊതുവേ ഇവർക്ക് ഈ മാസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇനി കർക്കിടകക്കൂറ്. പുണർതം, കാല, പൂയം, ആയില്യം, ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് 13-ാം തീയതി വരെ സൂര്യൻ അനുകൂലൻ അല്ലാതെയാണ്. ധനഹാനി, വരവ് കുറവ്, മനസമാധാനക്കുറവ്, അനാവശ്യമായ ചിലവുകൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. ഓം നമഃശിവായ എന്ന് ജപിക്കുന്നതും വളരെ നല്ലതാണ്. എന്നാൽ 14-ാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് വരുന്നത്. ധനലാഭം, ആരോഗ്യം, ബന്ധുസമാഗമം, അധികാരികളുടെ സഹായം, പുതിയ ജോലി, സർവകാര്യ വിജയം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ ഇവിടെ ഈ പുണർതം, കാല് അല്ലാതെ പൂയം, ആയില്യം 2 നക്ഷത്രങ്ങൾക്ക് 14-ാം തീയതി മുതൽ കൂടുതലായിട്ട് ഈ വിഷുഫലം വളരെ നല്ലതായിട്ടാണ് ഈ 2 നക്ഷത്രക്കാർക്കും, പൂയത്തിനും ആയില്യത്തിനും. അത് വളരെയേറെ നല്ലതാണ്. അടുത്ത 1 വർഷത്തേക്കാണ് ഈ വിഷുഫലം ലഭിക്കുക. നല്ലത് തന്നെയാണത്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. വീട്ടുകാരും ഭാര്യയുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. രക്തസംബന്ധമായ രോഗങ്ങളോ മുറിവുകളോ ഒക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഒരു ചെറിയ സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ല. കാര്യതടസ്സം, മനക്ലേശം, അപവാദങ്ങൾ അപവാദം കേൾക്കേണ്ടി വരിക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴം 11-ാം ഭാവത്തിൽ വളരെയേറെ അനുകൂലനാണ്. വേദദോഷമൊന്നും ഇല്ല, പൂർണ്ണ ഫലം തരുന്നതാണ്. ധനലാഭം, സ്ഥാനമാന ലാഭം, ആനന്ദപ്രാപ്തി, സന്താനഭാഗ്യം, ശത്രുനാശം, സർവകാര്യ വിജയം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സാധിച്ചു കിട്ടുന്നതാണ്. പിന്നെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹം, ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈശ്വരാധീനം നന്നായിട്ടുള്ള ഒരു സമയമാണ്. കൂടാതെ സന്താനങ്ങൾ മൂലം ഉണ്ടായിരുന്ന മനക്ലേശവും മാറിക്കിട്ടുന്നതാണ്. ബിസിനസ്സിലും ജോലിയിലും മറ്റും നല്ല പുരോഗമനം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ വ്യാഴം. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആരോഗ്യപ്രാപ്തി, വസ്ത്രാഭരണങ്ങളൊക്കെ ലഭിക്കുക, സർവാഭിഷ്ടലാഭം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുക, ഭാഗ്യാനുകൂല്യം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി അത്ര അനുകൂലനല്ല. എന്നാൽ ഇതുവരെ മാർച്ച് 29-ാം തീയതി വരെ എന്ന് വെച്ചാൽ അഷ്ടമശനി ആയിരുന്നു.
വളരെയേറെ ക്ലേശിപ്പിച്ചിരുന്ന ഒരു സമയമായിരുന്നു മാർച്ച് 29 വരെ. അത് കഴിഞ്ഞു. മാർച്ച് 29 അഷ്ടമശനി കഴിഞ്ഞ് 9 ശനി മാറിയിരിക്കുകയാണ്. 9 ഒത്തിരി നല്ലതല്ല, പക്ഷേ അഷ്ടമശനിയെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ ദോഷങ്ങൾക്ക് കുറവുണ്ടാകുന്നതാണ്. എങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന അഷ്ടമശനിയുടെ അതുപോലുള്ള ദോഷങ്ങളൊന്നും ഇനി വരികയില്ല. 9 ശനി ബന്ധുക്കൾക്കൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. പിതാവിന് ചില ക്ലേശങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. നല്ല കാര്യത്തിനൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ ഒക്കെ കത്തിക്കുന്നത് നല്ലതാണ്. രാഹുവും 9 അത് പിതൃക്ലേശത്തിനൊക്കെ ഒരു സാധ്യത കൂടുതൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ശിവപ്രീതി വരുത്തി കഴിഞ്ഞാൽ ആ ദോഷങ്ങളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടും. ദുർഗാ മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. മറ്റ് കുഴപ്പമൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഈശ്വരാനുഗ്രഹം നന്നായിട്ടുള്ള സമയമാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ട്. വളരെയേറെ ദോഷങ്ങളിൽ നിന്നും ഈ വ്യാഴൻ രക്ഷിക്കുന്നതാണ്. പിന്നെ കേതു വളരെ അനുകൂലനായിട്ട് തന്നെയാണ്, നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ഇനി ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം, കാല ഈ 3 നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. അപമാനം ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. എതിരാളികളും ഒക്കെ ആയിട്ട് ചില വഴക്ക് കൂടുന്നതിന് സാധ്യതയുണ്ട്. പത്നീകോപത്തിന് സാധ്യതയുണ്ട്. രോഗഭയം ഉണ്ടാകാം. പിന്നെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് ചില ക്ലേശങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. മാസം മുഴുവനും അത്ര അനുകൂലമായിട്ടല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ മഹാദേവന് ധാരയോ കൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുക. ഓം നമഃശിവായ ജപിക്കുക. കാലത്തും വൈകിട്ടും അത് ജപിക്കുന്നത് നല്ലതാണ്. 108 വീതം. ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ദൂരയാത്ര, മനക്ലേശം, നേത്ര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളെ, ബന്ധുവിരോധം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഭദ്രകാളി ദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ല. തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. ദോഷം കുറയും. പിന്നെ വ്യാഴം 13-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ്. എങ്കിലും 14-ാം തീയതി മുതൽ വിപരീത ഭേദം ഭവിക്കിയാൽ വളരെ അനുകൂലനായിട്ട് തന്നെ വരുന്നതാണ്. ധനലാഭം, സന്താനങ്ങൾ മൂലം സന്തോഷം, നേട്ടം, ഭാഗ്യാനുകൂല്യം, ഗ്രഹലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. 13-ാം തീയതി വരെ സഹസ്രനാമാർച്ചന വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നതും നന്നാണ്. പിന്നെ ശുക്രൻ ദോഷപ്രദനല്ല. ധനലാഭം, സുഖവൃദ്ധി, ദുഃഖശമനം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി അഷ്ടമശനിയായിട്ട് തുടരുന്നു. കാര്യപരാജയം, രോഗക്ലേശങ്ങളെ, സന്താനങ്ങൾ മൂലം ചില ദുഃഖങ്ങളോ മനസമാധാനക്കുറവൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. ധനക്ലേശം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. ദോഷങ്ങൾ കുറയും. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നന്നാണ്. ഈ ശനിയുടെ ദോഷത്തിനൊരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, അതൊക്കെ നല്ലതാണ്. ശനി അഷ്ടമശനി തീരുന്ന 2.5 കൊല്ലത്തേക്കുണ്ട്. അതുവരെ ശനിയാഴ്ച ദിവസങ്ങളിൽ കഴിവതും യാത്രകളും മറ്റ് പണ ഇടപാടുകളും ഒക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. കഴിയുന്നത്രയും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. പിന്നെ രാഹു, കേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശിവപ്രീതി വരുത്തുക, ദുർഗാമന്ത്രം ജപിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹുവിൻ്റെ ക്ലേശത്തിന് കുറവുണ്ടാകും. പിന്നെ ഗണപതി പ്രീതി വരുത്തുക, അത് കേതു ദോഷം കുറയ്ക്കുന്നതാണ്. ഗണപതി മന്ത്രം ജപിക്കലോ, ഗണപതിക്ക് ഒരു ഗണപതി ഹോമം നടത്തൽ, ഒരു നാളികേരം ഉടയ്ക്കൽ, ഒരു പുഷ്പാഞ്ജലി നടത്തൽ, എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം എന്നും ജപിക്കുന്നതും നല്ലതാണ്. 108 പ്രാവശ്യം വീതം. ഇനി കന്നി രാശി. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് ഈ കന്നിരാശിയിലുള്ളത്.
ഇവർക്ക് സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. വീട്ടുകാരും സ്നേഹിതരുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ചില കാര്യ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. യാത്ര, ഉദര രോഗം, വഴക്ക് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് ഗോളമാല വഴിപാടുകളൊക്കെ ചെയ്യുക, ദോഷങ്ങളെ കുറയും. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആരോഗ്യം അനുകൂലമായി വരിക, ധനധാന്യ വസ്ത്രാദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത, ഭൂമി ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പിന്നെ നിങ്ങളുടെ ദശ അപഹാരം കൂടെ അനുകൂലമാണെങ്കിൽ അത് സാധിച്ചിരിക്കും. സന്തോഷം ഉണ്ടാകുക സാധ്യതയുണ്ട്. സർവകാര്യ വിജയം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ കുജൻ. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ല. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില വഴക്കിനോ ശത്രുതയ്ക്കോ ഒക്കെ ഒരു ചെറിയ സാധ്യതയുണ്ട്. വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ആ ദോഷത്തിനൊക്കെ കുറവുണ്ടാകുന്നതാണ്. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, ഉത്തമമായ ആഹാരം, ഭാഗ്യാനുകൂല്യം, അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം, ഗൃഹലാഭം, സന്താനഭാഗ്യം, വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക, വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ തുടക്കം കുറിക്കുക, സന്താനങ്ങളുടെ ജോലി, വിവാഹം ഇതൊക്കെയും അനുകൂലമായിട്ട് വരിക, അതിനൊക്കെ ഒരു അനുകൂലമായ തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട്. തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ്. സ്ത്രീകളെ കൊണ്ട് ക്ലേശം ഉണ്ടാകുക, അപമാനം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ്. ദോഷം കുറയും. ശനി കണ്ടകശനിയായി തുടരുന്നു. ലൈഫ് പാർട്ട്ണർ മൂലമോ ബിസിനസ് പാർട്ട്ണർ മൂലമോ ഒക്കെ ചെറിയ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനക്ലേശം, പരദേശവാസം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, നീരാഞ്ജനം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക, ദോഷം കുറയും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഈ ദോഷത്തിനൊരു കുറവ് വരുത്തുന്നതാണ്. പിന്നെ രാഹുകേതുക്കൾ ദോഷപ്രദമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 7-ൽ രാഹുവും ജന്മത്തിൽ കേതുവുമാണ്. ശിവപ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യുക, ദുർഗാ പ്രീതി വരുത്തുക, ഇതൊക്കെ അത്യാവശ്യമാണ്. ഇപ്പോൾ 7-ൽ പാപഗ്രഹങ്ങളാണ് കൂടുതലും. സൂര്യൻ, ശനി, രാഹു ഇതൊക്കെ 7-ാം ഭാവത്തിൽ അത്ര നന്നല്ല. ബിസിനസ്, പ്രത്യേകിച്ച് ബിസിനസ് കാര്യങ്ങൾക്ക്, വിവാഹ ജീവിതത്തിനൊക്കെ ക്ലേശത്തിന് സാധ്യതയുണ്ട്. പ്രാർത്ഥന അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ ജന്മരാശിയിലാണ് കേതു നിൽക്കുന്നത്, അതും നന്നല്ല. ഗണപതി ഭഗവാൻ ഒരു ഗണപതി ഹോമം പക്കപ്പിറന്നാൾ തോറും നടത്തലോ ഒരു നാളികേരം ഉടയ്ക്കലോ ഗണപതി മന്ത്രം ജപിക്കലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണെന്നല്ല, അത്യാവശ്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മുടങ്ങാതെ നാമജപം ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഇനി തുലാക്കൂറ്, ചിത്തിര, പകുതി, ചോതി, വിശാഖം, മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് ഈ തുലാക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 13-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. സന്തോഷം ഉണ്ടാകുക, കാര്യലാഭം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, അതുപോലെ ലോക ബഹുമാനം ലഭിക്കുക, രോഗശമനത്തിനും സാധ്യതയുണ്ട്. ഉത്തമമായിട്ടുള്ള ആഹാരം, വസ്ത്രം ഇതൊക്കെ ലഭിക്കുക, സ്വാസ്ഥ്യം ഉണ്ടാകുക, ശരീരത്തിന് നല്ല ഇതാണ് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ 14-ാം തീയതി മുതൽ അത്ര അനുകൂലൻ അല്ലാതെയാകുകയാണ് സൂര്യന്. വീട്ടുകാരും സ്നേഹിതരുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഭാര്യാപുത്രാദികൾക്ക് രോഗക്ലേശങ്ങളൊക്കെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് ഗോളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ദോഷത്തിനൊരു കുറവുണ്ടാവും. ഈ രാശിക്കാർക്ക്, തുലാരാശിക്കാർക്ക് വിഷുബലം അത്ര അനുകൂലമല്ല. ഈ 3 നക്ഷത്രത്തിനും അത്ര അനുകൂലമല്ലാതെയാണ് വിഷുബലം വരുന്നത് അടുത്ത ഒരു വർഷത്തേക്ക്. അപ്പോൾ പ്രാർത്ഥനകൾ, വഴിപാടുകളൊക്കെ അത്യാവശ്യമാണ്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ല. രോഗക്ലേശം, പിന്നെ വിദേശയാത്ര, കാര്യപരാജയം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ദോഷം കുറയും. പിന്നെ ബുധൻ ദോഷപ്രദനല്ല. അന്നവസ്ത്രാദി ലാഭം ഉണ്ടാകുക, ഗ്രന്ഥപാരായണത്തിനൊരു താല്പര്യം ഉണ്ടാകുക,
പഠിത്ത കാര്യത്തിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരിക, കാര്യവിജയം ഉണ്ടാകുക തുടങ്ങിയ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ തരുന്നതാണ്. പിന്നെ വ്യാഴൻ അനുകൂലനല്ലാതെയാണ്, ദോഷപ്രദനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. 8ലാണ്, വളരെ ദോഷമാണ്. ദുഃഖം, രോഗക്ലേശം, ധനക്ലേശം, പിന്നെ ക്രൂര വാക്കുകളെ, സ്ഥാനഭ്രംശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അല്ലെ സഹസ്രനാമ അർച്ചന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് അത്യാവശ്യമായിട്ട് ചെയ്യുക തന്നെ വേണം, അടുത്ത മെയ് മാസം വരെയെങ്കിലും. അപ്പോൾ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകും. മെയ് 14-ാം തീയതി വ്യാഴം മാറും. അതുവരെ ഈ സഹസ്രനാമ ജപമോ സഹസ്രനാമാർച്ചനയോ അത്യാവശ്യമായിട്ട് ചെയ്യാം. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ യാത്രയോ പണമിടപാടുകളോ ഒന്നും ചെയ്യുവാൻ പാടില്ല. എന്നാൽ ഇതൊരു ചെറിയ ചില അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും തരുന്നതിനും സാധ്യതയുണ്ട്. വാഹനം, വീട്, ഭൂമി ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനും ഒരു സാധ്യതയുണ്ട്. കുടുംബസ്വത്തൊക്കെ കൈവശം വന്ന് ചേരുന്നതിന് ഒരു സാധ്യതയുണ്ട്. പിന്നെ മാതാവിന് വേണ്ടിയിട്ട് ധനം അധികമായി ചിലവാക്കുന്നതിനും ഒരു സാധ്യത കാണുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. അത് വളരെ രക്ഷയായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ്. സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നന്നാണ്. പിന്നെ ശുക്രൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുക്കളുമായിട്ട് തർക്കം, സന്താനങ്ങൾ കാരണം മനപ്രയാസം, ശത്രുക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ. അപ്പോൾ ലക്ഷ്മി സ്തവം ജപിക്കുന്നതും നന്നാണ്. അപ്പോൾ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ ശനി വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനധാന്യാഭിവൃദ്ധി ഉണ്ടാകുക, കുടുംബസുഖം ഉണ്ടാകുക, ശത്രുവിജയം ഉണ്ടാകുക, ഗ്രഹഭാഗ്യം ഉണ്ടാകുക, രോഗശമനം, ധനനേട്ടം, നിത്യവരുമാനത്തിലൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പൊതുവെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ശനി അടുത്ത 2.5 വർഷത്തേക്ക്. രാഹു വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. രോഗനാശം, അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, ഇതൊക്കെ രാഹു തരുന്നതാണ്. രോഗശമനം ഉണ്ടാകും, ശത്രുനാശം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പക്ഷേ കേതു അത്ര അനുകൂലനല്ല. അധികമായിട്ടുള്ള ചിലവ് വരുത്തുന്നതും ഒക്കെ സാധ്യത ഉണ്ട്. ഗണപതി പ്രീതി വരുത്തിയാൽ ഈ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടുന്നതാണ്. ഇനി വൃശ്ചികക്കുറി, വിശാഖം, കാലെ, അനിഴം, തൃക്കേട്ട, ഈ 3 നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കുറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 13-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. സ്നേഹിതന്മാർ മൂലമോ ബന്ധുക്കൾ മൂലമോ ഒക്കെ ചില മനക്ലേശത്തിന് സാധ്യതയുണ്ട്. ധനക്ലേശത്തിനും സാധ്യതയുണ്ട്. ശത്രുക്കളൊക്കെ ശല്യം ചെയ്യുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ദോഷപ്രദമാണ് ഈ 13-ാം തീയതി വരെയുള്ള സമയം. അപ്പോൾ മഹാദേവന് ധാരയോ ഗോളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുക. ഓം നമഃശിവായ ജപിക്കുക. ജസ്റ്റ് ഒരു ജലധാരയെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ കുറച്ച് കൂവളത്തിൻ്റെ ഇല ലൂസായിട്ടുള്ളത് കൊടുത്തിട്ട് ഒരു അർച്ചന ചെയ്യിക്കുക, വളരെയേറെ നല്ലതാണത്. അത് പ്രത്യേകിച്ച് കർത്തവാവിൻ്റെ തലേദിവസം ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഈ കൂവളമാല ഭഗവാന് മാലയായിട്ട് ചാർത്തോ, കൂവളത്തില മാലയായിട്ട് ചാർത്തലോ, കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യിക്കുന്നതും ഒക്കെ നല്ലതാണ്. എന്നാൽ 14-ാം തീയതി മുതലങ്ങോട്ട് സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സന്തോഷം ഉണ്ടാകുക, കാര്യലാഭം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, പൊതുവെ ലോക ബഹുമാനം, ശത്രുനാശം, പുതിയ ജോലി ലഭിക്കൽ, നിത്യവരുമാനത്തിലൊക്കെ ഒരു പുരോഗതി ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ല. അപമാനം ഉണ്ടാകാം, ഉഷ്ണരോഗം ഉണ്ടാകാം, ശരീരക്ലേശം ഉണ്ടാകാം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ച് ഒരു നെയ്വിളക്കോ രക്തപുഷ്പാഞ്ജലിയോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്, ദോഷം കുറയും. പിന്നെ ബുധൻ ഭാര്യാപുത്രാദികൾ മൂലം മനക്ലേശം ഉണ്ടാകുക, അനാവശ്യമായ വഴക്ക് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കൽ അല്ലെ സഹസ്രനാമം അർച്ചന ചെയ്യുന്നതൊക്കെ നല്ലതാണ്, ദോഷം കുറയാൻ. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. വേദദോഷമൊന്നുമില്ല, പൂർണ്ണ ഫലം തരുന്നതാണ്. നല്ല ധനനേട്ടം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, ഈശ്വരാധീനം എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്.
ആരോഗ്യം നന്നായി വരിക, സന്താന ഭാഗ്യം ഉണ്ടാകുക, വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കൽ, സർക്കാർ അധികാരമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് വേഗം തന്നെ സാധ്യമാകുന്നതാണ്. അതിനുവേണ്ടി ശ്രമിച്ചുകൊള്ളുക. അടുത്ത മെയ് മാസത്തിനുള്ളിലായിട്ട് അത് സാധിക്കുന്നതിനൊരു വഴി കാണുന്നുണ്ട്. പിന്നെ സർവ്വവിധമായ സുഖപ്രാപ്തി, നല്ല ആഹാരം, ജോലി ലഭിക്കുക, ബിസിനസ്സിലൊക്കെ ഒരു പുരോഗതി, ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ വ്യാഴൻ. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സാധിച്ചു കിട്ടുന്നതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. തൊഴിലിലൊരു ഉയർച്ച ഉണ്ടാകുക, ധനധാന്യങ്ങളൊക്കെ ധാന്യാദി ലാഭം ഉണ്ടാകുക, സന്താന സുഖം ഉണ്ടാകുക, കുടുംബ സൗഖ്യം ഉണ്ടാകുക, നല്ല ആഹാരം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി അത്ര അനുകൂലനല്ല എങ്കിലും മാർച്ച് 29 വരെ കണ്ടകശനി ആയിരുന്നു. 29 കണ്ടകശനി തീർന്നു. വളരെ വ്യത്യാസമുണ്ടാകും. എങ്കിലും അത്ര അനുകൂലമല്ല എന്ന് വേണം കരുതാൻ. മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് ഒരു എള്ളുകിഴിയോ നീരാഞ്ജനമോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ ദോഷത്തിന് കുറവ് കിട്ടും. പിന്നെ ഹനുമാൻ ചാലിസ എന്നും ജപിക്കുന്നതും നല്ലതാണ്. ഹനുമാൻ ക്ഷേത്രത്തിൽ ഒരു വെറ്റിലമാല ചാർത്തുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ രാഹു അനുകൂലനല്ല, നല്ല ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ശിവപ്രീതി വരുത്തുക, അതുപോലെ ദുർഗാ മന്ത്രം ജപിക്കുക, ദുർഗാ ക്ഷേത്രത്തിലൊരു അർച്ചന, രക്തപുഷ്പാഞ്ജലിയോ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതും നല്ലതാണ്. ഓം ഹ്രീം ദും ദുർഗായൈ നമ, ഈ ഒരു ദുർഗാ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് 108 പ്രാവശ്യമായിട്ട് ഡെയിലി. കേതു വളരെ അനുകൂലനായിട്ടാണ്, ഒരു ദോഷവും ചെയ്യുന്നില്ല, നന്നായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ഇനി ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം, കാല, ഈ 3 നക്ഷത്രങ്ങളാണ് ധനു രാശിയിലുള്ളത്. സൂര്യൻ ഇവർക്ക് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഗ്രഹകലഹം ഉണ്ടാകുക, മനക്ലേശം ഉണ്ടാകുക, യാത്രാക്ലേശം ഉണ്ടാകുക, സ്ത്രീകൾ മൂലമായിട്ടൊക്കെ ചില ക്ലേശങ്ങൾക്ക്, ധനനഷ്ടത്തിന് ഒക്കെ ഒരു സാധ്യതയുണ്ട്. സ്നേഹിതർ മൂലവും ഒരു മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറയുവാനായിട്ട് മഹാദേവന് ധാരയോ കൂളമാലയോ കൂളത്തിൻ്റെ ഇല കൊണ്ടൊരു അർച്ചന ചെയ്യുന്നതോ ഒക്കെ നല്ലതാണ്. ഈ വഴിപാടുകൾ ചെയ്തോളൂ, നന്നായിട്ട് വരും. ദോഷങ്ങൾ വളരെ കുറഞ്ഞു കിട്ടും. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ കൂടുതലും യാത്രയൊന്നും ചെയ്യാതിരിക്കുക. ബന്ധുക്കളുടെ വീട്ടിലൊന്നും പോകുന്നതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ദോഷങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കുറവ് കിട്ടും. ഓം നമഃശിവായ കാലത്തും വൈകിട്ടും ജപിക്കുക, നല്ലതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സ്ഥാനഭ്രംശം, കാര്യതടസ്സം, ദൂരയാത്ര, ധനനഷ്ടം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക. അത് രക്തപുഷ്പാഞ്ജലിയോ ഒരു നെയ്വിളക്കോ മാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ചൊവ്വാഴ്ച ദിവസം പോയി പ്രാർത്ഥിക്കുക തന്നെ ചെയ്താൽ തന്നെ ധാരാളം ദോഷങ്ങൾ കുറയുന്നതാണ്. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, കുടുംബസുഖം, മാതാവ് മൂലമൊക്കെ ചില നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല സമയമാണ്. വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ ബുധൻ. പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒക്കെ സാധ്യതയുണ്ട്. ശത്രുക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വീട്ടിലൊരു മ്ലാനത അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട്. ഈശ്വരാനുഗ്രഹം പൊതുവെ കുറയുന്ന ഒരു അവസ്ഥയാണ്. നല്ല ധനക്ലേശം, ധനം, സ്വർണം ഇതൊക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിന് പോലും ഒരു സാധ്യത ഉള്ള സമയമാണ്. ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുന്നതിനും ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഒരേ സമയത്ത് അത് മുടങ്ങാതെ ജപിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു നല്ല രക്ഷയാണ്. വ്യാഴത്തിൻ്റെ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് ഒരു രക്ഷ കിട്ടുന്നതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഈ പുഷ്പാഞ്ജലി ചെയ്താലും നന്നാണ്. സഹസ്രനാമ പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിലെ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ, ഗുരുവായൂരപ്പനോ ഒക്കെ ചെയ്യുക, നന്നാണത്. പിന്നെ പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ
അടുത്ത മെയ് മാസം വരെയുള്ള വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ യാത്രകളും പണ ഇടപാടുകളും ഒക്കെ ഒഴിവാക്കുന്നത് നന്നാണ്. കഴിവതും യാത്ര ചെയ്യാതിരിക്കുക, വളരെ ക്ലേശത്തിന് സാധ്യതയുണ്ട്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, സ്നേഹിതർ മൂലമൊക്കെ സന്തോഷം, കുടുംബസുഖം, എല്ലാവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായി തുടരുന്നു. മാർച്ച് 29 മുതൽ കണ്ടകശനിയാണ് അടുത്ത 2.5 വർഷത്തേക്ക്. സ്ഥാനപരിവർത്തനത്തിനോ രോഗക്ലേശങ്ങൾക്കോ ഒക്കെ ഒരു സാധ്യതയുണ്ട്. ശത്രുക്ലേശത്തിന് സാധ്യതയുണ്ട്. ധനക്ലേശം, ധനനഷ്ടമൊക്കെ ഉണ്ടാകാം. ഭാര്യ മൂലമൊക്കെ മനക്ലേശത്തിന് സാധ്യത കാണുന്നു. ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സംഭാഷണം. പിന്നെ അതുപോലെ ഹെൽത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വാഹനങ്ങളും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനങ്ങൾ നിന്നും ഒക്കെ ഒഴിഞ്ഞ് സഞ്ചരിക്കേണ്ടതാണ്. അവരവരുടെ വാഹനങ്ങളും വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അയ്യപ്പസ്വാമിക്കൊരു നീരാഞ്ജനം ചെയ്യുക, എള്ളുകിഴി കത്തിക്കലൊക്കെ ചെയ്യുന്നത് തന്നെ വളരെ നല്ലതാണ്, ദോഷം കുറയുന്നതാണ്. ഹനുമാൻ ചാലിസ ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷം, കണ്ടകശനിയുടെ ദോഷമൊന്നും അങ്ങനെ ബാധിക്കില്ല. പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ല. ശിവപ്രീതി വരുത്തുക, ദുർഗാ പ്രീതി വരുത്തുക, ദുർഗാ മന്ത്രം ജപിക്കുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ ദോഷത്തിനൊരു കുറവുണ്ടാകും. പിന്നെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷത്തിന് കുറവുണ്ടാകും. അത് ഒരു ഗണപതി ഹോമം നടത്തൽ പക്കപ്പിറന്നാളിൽ, അല്ലെങ്കിൽ ഒരു നാളികേര ഉടയ്ക്കൽ, ഒരു പുഷ്പാഞ്ജലി, നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക. ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യവും 108 പ്രാവശ്യം വീതം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി മകരക്കൂറ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി, ഈ 3 നക്ഷത്രങ്ങളാണ് ഈ മകരക്കൂറിലുള്ളത്. ഇവർക്ക് 13-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. രോഗമുക്തി, മനസുഖം, മിത്രസ്നേഹം, ശത്രുനാശം, ധനലാഭം, സ്ഥാനമാന ലാഭം, ബഹുമാനപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 14-ാം തീയതി മുതൽ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം ഉണ്ടാകാം, വീട്ടിൽ ചില കലഹങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്, യാത്രാക്ലേശത്തിന് സാധ്യതയുണ്ട്, രോഗക്ലേശം, സ്ത്രീകൾ മൂലം മനക്ലേശം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്നും മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്, ദോഷം കുറയുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനനാശം, വീട്ടുകാരുമായിട്ട് പിണക്കം, നേത്രരോഗം, ഉദരസംബന്ധമായ ക്ലേശം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുക്കളുമായിട്ടൊക്കെ വഴക്ക്, ശത്രു ഭയം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കലോ വിഷ്ണു അഷ്ടോത്തരശതം ജപിക്കുന്നതോ ഒക്കെ നല്ലതാണ്, ദോഷം കുറയും. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. 5-ാം ഭാവത്തിലെ വ്യാഴം സന്താന ഭാഗ്യം, സ്ഥാനമാന ലാഭം, ധന ആഗമനം ഉണ്ടാകുക, സർവകാര്യ വിജയം, സുഖം, ഉന്നതി, സർക്കാർ ആനുകൂല്യം, അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം, പിന്നെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക. പിന്നെ സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, സന്താനങ്ങളുടെ വിവാഹം, ജോലി, പഠിത്തം, ഉന്നത വിദ്യ, അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. പിന്നെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ വ്യാഴം, 5-ലെ വ്യാഴം. പിന്നെ ശുക്രൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. കച്ചവടത്തിലും ധന ഇടപാടുകളിലുമൊക്കെ ചില നഷ്ടങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്, ശത്രുക്ലേശത്തിന് സാധ്യതയുണ്ട്, നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങളോ നഷ്ടത്തിനോ ഒക്കെ ഒരു കുറവിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി സ്തവം എന്നും ജപിക്കുക, അഷ്ടോത്തരശതം ജപിക്കുക, മഹാലക്ഷ്മി ദേവിയുടെ ദേവീക്ഷേത്രത്തിലൊരു സഹസ്രനാമ അർച്ചന ചെയ്യുക, ഇതൊക്കെ നല്ലതാണ്, ദോഷങ്ങൾ കുറയും. ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. മാർച്ച് 29-ാം തീയതി അവരുടെ 7.5 ശനി തീർന്നിരിക്കുകയാണ്. അത് ഇപ്പം വളരെ അനുകൂലമായിട്ടാണ്. കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് ക്ലേശിപ്പിച്ചിരുന്നത് ഇപ്പം അതിൻ്റെ അടുത്ത 2.5 വർഷം കൊണ്ട്
നന്നായിട്ട് അനുഗ്രഹിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു കാര്യവിജയം ഉണ്ടാകുക, ആരോഗ്യം അനുകൂലമായി വരിക, പദപ്രാപ്തി ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതിന് ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യതയുണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശത്രുനാശം, രോഗശമനം, അപ്രതീക്ഷിത നേട്ടങ്ങൾ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ കേതു അത്ര അനുകൂലനല്ല, ദോഷപ്രദനാണ്. അപ്പോൾ പിതാവ് മൂലം മനക്ലേശത്തിന് സാധ്യത കാണുന്നു. അപ്പോൾ ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും. പലപ്പോഴും ഭാഗ്യക്കുറവും വരുത്തുന്നതാണ്. അതുകൊണ്ട് ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. ഇനി കുംഭക്കൂറ്. അവിട്ടം പകുതി, ചതയം, പൂരിട്ടാതി മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 13-ാം തീയതി വരെ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്, അധിക ചിലവിന് സാധ്യതയുണ്ട്, മനക്ലേശം, വ്യാപാരങ്ങളിലൊക്കെ കച്ചവടത്തിലൊക്കെ ചെറിയ ചതിവോ ദുഃഖമോ നഷ്ടം വരുന്നതിനോ ചതിവ് പറ്റുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ മഹാദേവന് ധാരയോ കൂളമാല വഴിപാട് ചാർത്തലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്, ദോഷങ്ങൾ കുറയും. എന്നാൽ 14-ാം തീയതി മുതൽ അങ്ങോട്ട് സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. രോഗമുക്തി ഉണ്ടാകുക, മനസുഖം ഉണ്ടാകുക, മിത്രസ്നേഹം ഉണ്ടാകുക, ശത്രുപരാജയം ഉണ്ടാകുക, സ്ഥാനമാന ലാഭം ഉണ്ടാകുക, അതുപോലെ ബഹുമാനപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, വസ്ത്രാഭരണാദി ലാഭം, പ്രശസ്തി, ആനന്ദം ലഭിക്കുക, രോഗമുക്തി ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ കുജൻ. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സന്തോഷം, രത്നാഭരണാദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സജ്ജനങ്ങളുമായിട്ടൊക്കെയുള്ള ഒരു സത്സംഗം ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ധനനേട്ടം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ല, ധനക്ലേശം ഉണ്ടാകാം, ബന്ധുക്കൾ മൂലം ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. മനക്ലേശം, അപമാനം, വീട് വിട്ടു പോകൽ, ജന്തുക്കൾ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ ഒരു ചെറിയ സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമം അർച്ചന ചെയ്യുന്നതും നല്ലതാണ്, ദോഷം കുറഞ്ഞു കിട്ടും. എന്നാൽ വീട്, ഭൂമി, വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വീട് പണി ചെയ്യുന്നതിനോ തുടങ്ങുന്നതിനോ അത് പുതുക്കി പണിയുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. തുടർച്ചയായുള്ള ധനലാഭം, ലോക ബഹുമാനം, സർവവിധമായ സുഖപ്രാപ്തി, ആരോഗ്യം, വസ്ത്രാഭരണാദി നേട്ടങ്ങൾ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി 7.5 ശനിയായിട്ട് 2-ാം ഭാവത്തിൽ തുടരുന്നു. ശനി അത്ര അനുകൂലനല്ല. ധനക്ലേശം, വ്യർത്ഥമായിട്ടുള്ള വാക്ക്, ബന്ധുവിരോധം തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി, നീരാഞ്ജനം തുടങ്ങിയ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്, ദോഷങ്ങൾ കുറയും. ഈ 7.5 ശനി അത്ര ദോഷപ്രദനല്ല, ജസ്റ്റ് തുടങ്ങുന്ന 2-ാമത്തേതാണ്. ജന്മശനി മാർച്ച് 29 വരെ ആയിരുന്നു. വളരെയേറെ ക്ലേശിപ്പിച്ചതാണ്, അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത 2.5 വർഷത്തെ ശനി, 7.5 ശനി അത്ര ദോഷപ്രദം അല്ല. പക്ഷേ എങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അയ്യപ്പസ്വാമിയെ ദർശിക്കുക, പ്രാർത്ഥിക്കുക, അയ്യപ്പനെ എള്ളുകിഴി കത്തിക്കുക, ഇതൊക്കെ നല്ലതാണ്. ദോഷങ്ങൾ വീണ്ടും കുറയുന്നതിന് സാധ്യതയുണ്ട്. രാഹു കേതുക്കൾ ഇവർക്ക് അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ മഹാദേവനെ പ്രീതി വരുത്തുക, അത് കൂളമാല ചാർത്തലോ കൂളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ദുർഗാമന്ത്രം ജപിക്കുന്നത്, ദുർഗാദേവിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. ഈ രാഹുദോഷം കുറയുന്നതിന് സാധ്യതയുണ്ട്. എന്നാൽ കേതു അതും അനുകൂലനല്ലാതെയാണ്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും. ഇനി മീനം രാശി. പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങളാണ്
മീനക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുക്കളുമായിട്ട് കലഹിക്കുക, ഹൃദയ സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകുക, മനക്ലേശം ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക, ദുഃഖമോ ചതിവോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ടാകുക. വളരെ നല്ല ദോഷപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. ജന്മരാശിയിലും 2-ലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ മഹാദേവന് ധാര ഗോളമാല വഴിപാടുകൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും. ഓം നമഃ ശിവായ ജപിക്കുക. കാലത്തും വൈകിട്ടും 108 പ്രാവശ്യം വീതം അത് ജപിക്കുന്നത് നല്ലതാണ്. കർത്തവാവിൻ്റെ തലേ ദിവസം മഹാദേവന് കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഒരു അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. കുറച്ച് ലൂസായിട്ടുള്ള കൂവളത്തിൻ്റെ ഇല ഒരു കൊട്ടയിലിട്ട് കൊടുത്തിട്ട് ഒരു അർച്ചനയുടെ രസീത് കൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പൂജാരി അത് അർച്ചന ചെയ്യും. കൂവളമാല സമർപ്പിക്കുന്നതും നല്ലതാണ് ഈ കർത്തവാവിൻ്റെ തലേ ദിവസം. പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനക്ലേശം, സന്താനങ്ങൾ മൂലമൊക്കെ മനക്ലേശം ഉണ്ടാകുക, ബന്ധുക്കളും സന്താനങ്ങളും ഒക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറയാൻ ഭദ്രകാളി ദേവിക്ക് യഥാശക്തി വഴിപാട് നടത്തുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ബന്ധുക്കളുമായിട്ട് വിരോധം ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകുക, ദുഷ്ടജനസംസർഗമുണ്ടാകുക, അതുമൂലമായിട്ട് ക്ലേശങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള ദോഷത്തിന് സാധ്യതയുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. ദോഷം കുറയും. പിന്നെ വ്യാഴനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല പലയിടത്തു നിന്നും ഉപദ്രവം ഉണ്ടാകുക, തടസ്സങ്ങൾ, ബന്ധുക്കളുമായി വഴക്ക്, സ്ഥാനഭ്രംശം, രോഗം, പിതാവിന് ക്ലേശം, ജോലി സ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾ, ജോലി മാറ്റത്തിന് സാധ്യത കാണുന്നു, സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ ചില മനക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തേണ്ടത് അത്യാവശ്യമാണ്. അറ്റ്ലീസ്റ്റ് മെയ് മാസം വരെയെങ്കിലും ഇത് ഒന്നെങ്കിലും ചെയ്യുക. തീർച്ചയായിട്ടും ഇതിൽ ഒരെണ്ണം അത്യാവശ്യമാണ്. ഒന്ന് സഹസ്രനാമം ജപിക്കുക, അല്ലെങ്കിൽ ഈ സഹസ്രനാമ അർച്ചന ചെയ്യുക. കാരണം ഇപ്പോൾ ഈ മാസം ഇവർക്ക് മേടരാശിക്കാർക്കും നന്നല്ലായിരുന്നു. ഇവർക്കും അതിലേറെ ദോഷമാണ്. ഈ ശുക്രനല്ലാതെ എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് എതിരായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇവർക്ക് ദോഷപ്രദരാണ്. അപ്പോൾ ഈ സഹസ്രനാമ അർച്ചന അല്ലെ സഹസ്രനാമ ജപിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒരു ഗുണമുള്ളത് വെച്ചാൽ ഇതിൽ ഉത്രട്ടാതി രേവതി 2 നക്ഷത്രക്കാർക്ക് 14-ാം തീയതി മുതൽ ഏപ്രിൽ 14-ാം തീയതി മുതൽ വിഷു ഫലം വളരെ അനുകൂലമായിട്ട് വരുന്നതാണ്. അപ്പം രേവതിക്കാർക്കും ഉത്രട്ടാതിക്കാർക്കും ഒക്കെ ഈ ദോഷങ്ങൾ അത്ര കണ്ട് ബാധിക്കില്ല. ഏപ്രിൽ 14 വരെയുള്ള ദോഷങ്ങളും ക്ലേശങ്ങളുമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വിഷുഫലം വളരെയേറെ നല്ലതായിട്ട് വരുന്നതാണ്. പക്ഷേ പൂരിട്ടാതിക്കാർക്ക് വിഷുഫലവും അനുകൂലമല്ലാതെയാണ്. തീർച്ചയായിട്ടും അവർ ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അല്ലെ സഹസ്രനാമ അർച്ചന ചെയ്യുക. വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരുമായിട്ട് കൂടുതൽ വാക്ക് തർക്കത്തിനൊന്നും പോകാതിരിക്കുക. ഡ്യൂട്ടിയൊക്കെ പെർഫെക്റ്റായിട്ട് എന്ന് നോക്കുക, ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച ദിവസം യാത്രകളും മറ്റും പണമിടപാടുകളും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ളത്. ധനലാഭം, ശത്രുനാശം, സുഖപ്രാപ്തി, കുടുംബസുഖം, സ്ത്രീകൾ മൂലമൊക്കെ ചില നേട്ടങ്ങളോ സന്തോഷമോ ഒക്കെ ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു. മനക്ലേശം, കുടുംബക്കാരുമായിട്ട് വഴക്ക്, രോഗം, ജോലി സ്ഥലത്ത് ക്ലേശങ്ങൾ തുടങ്ങിയ വളരെ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുള്ള സമയമാണ്. തീർച്ചയായിട്ടും അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുക. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, ഹനുമാൻ ചാലിസ ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അടുത്ത 2.5 വർഷത്തേക്ക് ജന്മശനിയാണ്. വളരെ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളും ഈ യാത്രയും മറ്റും കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ രാഹു കേതു വളരെ ദോഷപ്രദരായിട്ടാണ്. രാഹു ജന്മരാശിയിൽ അത് നല്ല ടെൻഷനും ക്ലേശങ്ങളും ദുഃഖവും ദേഷ്യവും ഒക്കെ വരുത്തുന്നതാണ്.
ആകെ കൺഫ്യൂഷനാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മഹാദേവനെ ധാര കൂളമാലയൊക്കെ ചെയ്യുക, സർപ്പപൂജ ചെയ്യുക, ദുർഗ മന്ത്രം ജപിക്കുക. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ ഈ കേതു 7-ലാണ്, അതും വളരെ ദോഷപ്രദനായിട്ടാണ്. പല തടസ്സങ്ങളെ, ബിസിനസ്സിലൊക്കെ ക്ലേശങ്ങളെ, തടസ്സങ്ങളെ അത് കൊണ്ട് ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ കേതുവിൻ്റെ ദോഷം കുറയും. ഒരു ഗണപതി ഹോമം ചെയ്യൽ, അല്ലെങ്കിൽ ഈ പക്കപ്പിറന്നാൾ തോറും ഒരു ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കുക, പുഷ്പാഞ്ജലി ചെയ്യുക, നെയ്വിളക്ക് കത്തിക്കുക, ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യുക. ഓം ഗം ഗണപതേ നമ എന്ന ഗണപതി മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഇതൊക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് കേതുവിൻ്റെ ദോഷം ഒന്നും ബാധിക്കില്ല. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ശുഭമസ്തു. ഓ